ഇരു കൈകളും ബന്ധിച്ച വേമ്പനാട്ടുകായൽ നീന്തിക്കയറി 8 വയസ്സുകാരൻ വൈക്കം സ്വദേശി അഭയദേവാണ് മിന്നൽ വേഗത്തിൽ കായൽ നീന്തിക്കയറിയത്. ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വേമ്പനാട്ടുകായൽ കൈകെട്ടി നീന്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ആൾക്കുള്ള റെക്കോർഡും ഇനി അഭയദേവിന് സ്വന്തം. വേമ്പനാട്ടുകായൽ നീന്തിക്കയറി ചെറുപ്രായത്തിൽ തന്നെ അസാധാരണ കഴിവ് തെളിയിച്ച ശ്രദ്ധേയനാവുകയാണ് അഭയദേവ്. ചേർത്തല കരിയത്തുകടവിൽ നിന്നും വൈക്കം ബീച്ച് വരെയുള്ള 12 കിലോമീറ്റർ ദൂരം ഇരു കൈകളും ബന്ധിച്ച് വേമ്പനാട്ടുകായൽ നീന്തി കടക്കുകയായിരുന്നു. വൈക്കം ബീച്ചിൽ നീന്തിയെത്തിയ അഭയദേവിനെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ സ്വീകരിച്ചു. വൈക്കം നഗരസഭാ ചെയർമാൻ അബ്ദുൽ സലാം റാവുത്തർ, ഡി രഞ്ജിത് കുമാർ, MK മഹേഷ്, AC മണിയമ്മ തുടങ്ങിയവർ പങ്കെടുത്തു. റിട്ടയർഡ് ഫയർ സ്റ്റേഷൻ ഓഫീസർ T ഷാജികുമാർ, ബിജു തങ്കപ്പൻ എന്നിവരാണ് പ്രധാന പരിശീലകർ. വൈക്കം തെക്കേനട മാറാനൂർ വീട്ടിൽ മന്മഥൻ രമ്യ ദമ്പതികളുടെ മകനായ അഭയദേവ് ഗവൺമെന്റ് UP സ്കൂൾ അയ്യർകുളങ്ങരയിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. പരിശീലനം കൊടുക്കുക, മറ്റു പരിശീലനങ്ങളിൽ ഏർപ്പെടുക. അദ്ദേഹം എടുത്ത ആ ഒരു എഫേർട്ടിന്റെ ഭാഗമായിട്ടാണ് കൂടിയാണെങ്കിൽ നമ്മുടെ ഈ കുഞ്ഞു മിടുക്കൻ ഈ കായൽ നീന്തി കടന്നിട്ടുള്ളത്. അതിന് അങ്ങനെ ഒരു പ്രതിഭയെ കണ്ടെത്തുക, ആ പ്രതിഭയെ വളർത്തുന്നതിന് ഒരാൾ വേണം. അത് നമ്മുടെ ബിജു സാറാണ്. അദ്ദേഹം അത് വളരെ ഏറ്റവും ഗംഭീരമായിട്ട്, കാര്യം ഒരു കുഞ്ഞിന് ഏറ്റവും അധികം വേണ്ടത് ആത്മധൈര്യം. ആത്മധൈര്യത്തിന്റെ ഒരു ഭാഗം അവന്റെ അപ്പൂപ്പനാണ്, രാഘവൻ ചേട്ടനാണ്. രാഘവൻ ചേട്ടനാണ് അവന്റെ ധൈര്യം. ആ ധൈര്യം അത് വളർത്തിയെടുക്കുന്നതിന് ഏറ്റവും കൂടുതൽ പ്രയത്നിച്ചാണ് നമ്മുടെ സാറ് കൂടിയാണ്. ബിജു സാറിനൊക്കെ വലിയ അഭിനന്ദനം ഈ നിമിഷത്തിൽ അവരെല്ലാവരും അർഹിക്കുക. പിന്നെ നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ഇതിന്റെ കുടുംബം, അച്ഛൻ, അമ്മ, അപ്പൂപ്പനാണ് അതിനകത്ത് ഏറ്റവും അധികം എടുത്തു പറയേണ്ടതാണ്. കാര്യം ഏതൊരു നിമിഷത്തിൽ ഇവർ രണ്ടുപേരെയും ഒരുമിച്ചേ കാണുള്ളൂ. നല്ല മിടുക്കനാണ്. പിന്നെ അവരുടെ അച്ഛൻ ഓൾറെഡി ഒരു സ്വിമ്മറാണ്. ഗ്രാൻഡ് പേരൻ്റാണെങ്കിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനൊക്കെ പരിശീലനം കൊടുക്കാൻ താല്പര്യമുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ആവശ്യപ്രകാരം നമ്മൾ പുതിയ ഈ ഷാജി സാറിൻ്റെ ക്ലബിലേക്ക് പോകും. അവിടെ പോയി പരിശീലനം കിട്ടി. അതുപോലെ കോതമംഗലത്ത് ബിജു സാറിൻ്റെ രീതിയിലുള്ള പരിശീലനം. പിന്നെ ഈ കായൽ കുറുകെ നീന്തി കിടക്കുന്നത് 11 കിലോമീറ്റർ ഇത്ര കുറഞ്ഞ സമയത്ത് നീന്തി കിടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചിട്ടയായ ഒരു 12 കിലോമീറ്റർ നീന്തി കിടക്കുന്ന ചിട്ടയായ പരിശീലനം ഈ ഷാജി സാറിൽ നിന്നും ഈ ബിജു സാറിൽ നിന്നും കിട്ടി. ഇച്ചിരി വേഗത്തിൽ നീന്തി എത്താൻ പറ്റി, ഒരു തടസ്സമില്ലായിരുന്നു. 6 മാസം. ഉദയനാപുരം. പിന്നെ സാറിൻ്റെ എവിടെയാ? സാറിൻ്റെ അടുത്തും ബിജു സാറിൻ്റെ അടുത്തും.